ഹായ് ഓൾ വെൽക്കം ടു മെൻഡസ് കൊമേഴ്സ് അക്കാദമി. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സ്റ്റുഡൻസിന് ഇമ്പ്രൂവ്മെൻറ്റിനും പബ്ലിക് എക്സാമിനും എല്ലാം യൂസ്ഫുൾ ആവുന്ന ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 1 പാർട്ട് 2 ആണ്. എന്താണ് ബിസിനസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്, അതുപോലെ തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ കുറച്ച് ബാക്കി ഭാഗങ്ങളും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻഡസ്ട്രി, ഒന്ന് കൊമേഴ്സ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇൻഡസ്ട്രി, കൊമേഴ്സ് അങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ചെഴുതി കഴിഞ്ഞാൽ പേപ്പർ ഒന്നും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നും. ഇനി നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ രണ്ടാമത്തെ പോയിന്റാണ് പ്രൊഫഷൻ. ഒന്നാമത്തെ പോയിന്റ് ഏതായിരുന്നു? ബിസിനസ്. ഇക്കണോമിക് ആക്ടിവിറ്റീനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ബിസിനസ്, രണ്ട് പ്രൊഫഷൻ, മൂന്ന് എംപ്ലോയ്മെൻറ്റ്. ഇനി എന്താണ് നമുക്ക് പ്രൊഫഷൻ എന്ന് നോക്കാം. പ്രൊഫഷൻ നമുക്കറിയാം, പ്രൊഫഷണൽസ് നമ്മൾ പറയാറുണ്ട്. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരിക ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ ലോയേഴ്സ്, ടീച്ചേഴ്സ്, ഇതൊക്കെ ഒരു പ്രൊഫഷണലാണ്. അപ്പോൾ പ്രൊഫഷൻ റെഫേഴ്സ് ടു ദോസ് ആക്ടിവിറ്റീസ് വിച്ച് റിക്വയർ സ്പെഷ്യൽ നോളജ്. അതൊന്ന് നോക്കി വെക്കണം. നമുക്ക് എല്ലാവർക്കും കൂടെ എന്താകാൻ പറ്റില്ല, ഡോക്ടർ ആവാൻ പറ്റില്ല. ഡോക്ടർ ആണെങ്കിൽ എന്ത് വേണം? MBBS പഠിക്കണം. ഒരു സ്പെഷ്യൽ നോളേജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്കില്ല് വേണം. അപ്ലൈഡ് ബൈ ഇൻഡിവിജ്വൽ ഇൻ ദിയർ ഒക്യുപ്പേഷൻ. അവരുടെ തൊഴിൽ അവർക്കുള്ള സ്പെഷ്യൽ നോളജിനും സ്കില്ല്, ഇത് രണ്ടുള്ള വ്യക്തികളെ നമ്മൾ എന്തായിട്ട് പറയാം? പ്രൊഫഷൻ എന്ന് പറയാം. Such activities are generally subject to code of conduct laid down by the professional bodies. അപ്പോൾ അവർക്ക് ഓരോരോ പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, IMA. ഇപ്പോൾ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അസോസിയേഷനാണ് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവരൊക്കെ പറയുന്ന കോഡ് ഓഫ് കണ്ടക്റ്റുകളുണ്ട്. എന്താണ് ഈ കോഡ് ഓഫ് കണ്ടക്റ്റ്? പെരുമാറ്റ സംഹിതകൾ, അവരുടെ റൂൾസ്. അവർ ഈ ഒരു ബൗണ്ടറീസിൽ നിന്നേ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവർ പറയുന്ന തരത്തിൽ ഈ ഡോക്ടേഴ്സിനും അഡ്വക്കേറ്റ്സിനും അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനൊക്കെ പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അവർ ഈ ഒരു പ്രൊഫഷണൽ ബോഡിയിൽ അംഗമായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുന്നത്, എക്സാമ്പിൾ ഫോർ പ്രൊഫഷണൽ ബോഡീസിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ, അത് CA അസോസിയേഷനാണ്, പ്രൊഫഷണൽ ബോഡിയാണ്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, അത് ഡോക്ടേഴ്സിൻ്റെ പ്രൊഫഷണൽ ബോഡിയാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ലോയേഴ്സിൻ്റെ പ്രൊഫഷണൽ ബോഡിയാണ്. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രൊഫഷണൽ ആവാൻ പറ്റില്ല. അവർക്ക് എന്ത് വേണം? രണ്ട് കീവേഡ് ഓർത്ത് വെക്കണം. സ്പെഷ്യൽ നോളജും വേണം, സ്കില്ല് വേണം അവരുടെ ചെയ്യുന്ന ആ ജോലിയിൽ. ഇതിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് ഇത് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റ് റെഫേഴ്സ് ടു ദി ഒക്യുപ്പേഷൻ വിച്ച് പീപ്പിൾ വർക്ക് ഫോർ അതേഴ്സ് ആൻഡ് ഗെറ്റ് റെമ്യൂണറേഷൻ ഇൻ റിട്ടേൺ. ഇതിലെന്താ പറയുന്നത്? നമ്മളെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? വേറെ ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? സാധാ എവിടെയെങ്കിലും ഒരു ഓഫീസിൽ പോയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ഓഫീസാണോ അല്ല നമ്മുടെ സ്വന്തം ബിസിനസ് ആണോ അല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും എൻഗേജ് ചെയ്തിരിക്കുന്നത് എന്താ? എംപ്ലോയ്മെൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ഓണർ ഉണ്ടായിരിക്കും, അവരുടെ സ്ഥാപനത്തിൽ നമ്മൾ പോകുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? റെമ്യൂണറേഷൻ കിട്ടുന്നു, സാലറി അല്ലെങ്കിൽ വേജ് കിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നു. എംപ്ലോയ്മെൻറ്റ് റെഫേഴ്സ് ടു ദി ഒക്യുപ്പേഷൻ ഇൻ വിച്ച് പീപ്പിൾ വർക്ക് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, നമ്മുടെ സ്വന്തം ബിസിനസ്സിലല്ല. ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും, ഒരു സർവീസ് കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. ഇൻ റിട്ടേൺ അവർക്ക് എന്ത് കിട്ടും? അവർക്ക് സാലറി അല്ലെങ്കിൽ വേജ് കിട്ടും. ഇത്രയാണ് നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ 3 ക്ലാസിഫിക്കേഷൻ. മറക്കരുത്, ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇതാണ് നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ. ഇക്കണോമിക് ആക്ടിവിറ്റി എന്താണ്? പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ഏൺ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റിയും നമുക്ക് എന്ത് പറയാം? ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ എംപ്ലോയ്മെൻറ്റ്, പ്രൊഫഷൻ, ബിസിനസ്, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കിനി നോക്കാനുള്ളത്. നോക്കാം. എപ്പോഴും എന്ത് ചെയ്യുക? അങ്ങനെ ബോക്സ് വരച്ചെഴുതാം നമുക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഇതുപോലെ ബോക്സ് വരച്ച് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമ്മളിങ്ങനെ ഡിഫറൻസ് സാധാ പോലെ എഴുതി വെച്ചാലും മതി. അപ്പം നമുക്ക് നോക്കാം. മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, സ്ഥാപിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ് സ്ഥാപിക്കുന്നത്? ബിസിനസ് ഒരു ഓൺട്രപ്രണറുടെ ഡിസിഷനാണ്.
പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി. ഒരു പ്രൊഫഷണൽ ബോഡിയിൽ നിന്ന് നമുക്ക് മെമ്പർഷിപ്പ് കിട്ടിയാലാണ് നമ്മൾ എന്താവുള്ളൂ, ഒരു പ്രൊഫഷണൽ ആവുള്ളൂ. എംപ്ലോയ്മെൻറ്റ് എപ്പോഴാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്? അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആൻഡ് സർവീസ് എഗ്രിമെൻറ്റ്. നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുമ്പോൾ അവൾ സർവീസ് എഗ്രിമെൻറ്റിൽ അവർ തന്നെയായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓൺട്രപ്രണറുടെ ഡിസിഷൻ വേണം, തീരുമാനം വേണം, സംരംഭകൻ്റെ തീരുമാനം വേണം. പ്രൊഫഷൻ ആണെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ബോഡിയിൽ നിന്ന് മെമ്പർഷിപ്പ് കിട്ടിയിരിക്കണം. എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മതി? അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയാൽ മതി. നേച്ചർ ഓഫ് വർക്ക്, എന്ത് തരത്തിലുള്ള വർക്കാണ് നമ്മൾ ഈ 3 ആക്ടിവിറ്റിയിലും ചെയ്യുന്നത്? ബിസിനസ്സിൽ എന്താ ചെയ്യുന്നത്? ഗുഡ്സും സർവീസും പബ്ലിക്കിനെ സപ്ലൈ ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു. പ്രൊഫഷൻ എന്ത് ചെയ്യുന്നു? പേഴ്സണലൈസ്ഡ് എക്സ്പേർട്ട് സർവീസ്. ഡോക്ടറെ അടുത്ത് പോയി നമുക്ക് വയ്യ, ആ ഡോക്ടർ എന്ത് ചെയ്യുന്നു? ആളുടെ സർവീസ്, എക്സ്പേർട്ട് സർവീസ് നമുക്ക് തരുന്നു. ലോയറുടെ അടുത്ത് പോകുന്ന ഒരു കേസ് വാദിക്കണം, ലോയർ എന്ത് ചെയ്യുന്നു? ആളുടെ സ്കില്ലും നോളജും ഒക്കെ യൂസ് ചെയ്ത് നമുക്കൊരു അഡ്വൈസ് തന്നു, നമ്മുടെ കേസ് വിജയിപ്പിക്കാൻ നോക്കി. എംപ്ലോയ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് പഠിപ്പിക്കാനാണോ? ഞാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ പോകുന്നത് ഓഫീസ് വർക്കിനാണോ, ക്ലറിക്കൽ പോസ്റ്റിലാണോ, നിങ്ങൾ എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ജോലി അത് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വാളിഫിക്കേഷനാണ്. ബിസിനസ് തുടങ്ങാൻ നോ മിനിമം ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. പ്രൊഫഷൻ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി പ്രൊഫഷണൽ ബോഡി. അവരുടെ പ്രൊഫഷണൽ ബോഡി പറയുന്ന ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും വേണം. എംപ്ലോയ്മെൻറ്റിൽ എന്താ പറയുന്നത്? ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി എംപ്ലോയർ പറയുന്ന ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും വേണം. ഇപ്പം എൻ്റെ എംപ്ലോയർ പറയുന്നു MBA വേണം, അല്ലെങ്കിൽ പറയുന്നു BEd വേണം, എങ്കിൽ അത് എംപ്ലോയർ പറയുന്ന ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് നമുക്ക് ആവശ്യമാണ്. അടുത്ത പോയിന്റ് എളുപ്പമുള്ള പോയിന്റാണ് റിവാർഡ് ആൻഡ് റിട്ടേൺ. ബിസിനസ്സിന് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. പ്രൊഫഷണൽ ഡോക്ടർക്ക് എന്ത് കൊടുക്കും? നമ്മൾ പ്രൊഫഷണൽ ഫീ കൊടുക്കും, അല്ലാണ്ട് സാലറി കൊടുക്കുക എന്ന് പറയുമോ? ഇല്ല. എംപ്ലോയ്മെൻറ്റിൽ സാലറി ഓർ വേജ് കിട്ടും. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിൽ എന്താണ്? റിക്വയർഡ് ആസ് പെർ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ബിസിനസ്. നമ്മൾ വലിയൊരു ബിസിനസ്സാണോ തുടങ്ങുന്നത്, ക്യാപിറ്റലിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. ചെറിയ ബിസിനസ്സാണോ, കുറവ് മതി. പ്രൊഫഷണൽ ലിമിറ്റഡ് ക്യാപിറ്റൽ വേണം, നമ്മൾ പഠിക്കാൻ വേണ്ടി വരുന്ന ചിലവ്. എംപ്ലോയ്മെൻറ്റിന് നമുക്ക് ക്യാപിറ്റലൊന്നും വേണ്ട, നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു ചിലവ് വരും, അല്ലാതെ അവിടെ പോയിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക ക്യാപിറ്റൽ വേണ്ട എന്ന് പറയുന്നു. റിസ്ക്, ബിസിനസ്സിൽ കൂടുതൽ റിസ്ക് ഉണ്ട്. പ്രൊഫഷണൽ സം റിസ്ക്, കുറച്ച് റിസ്ക് ഉണ്ട്. എംപ്ലോയ്മെൻറ്റിൽ നോ ഓർ ലിറ്റിൽ റിസ്ക്, വളരെ ചെറിയ റിസ്ക് എംപ്ലോയ്മെൻറ്റിലുള്ളൂ, കാരണം നമ്മുടെ സ്വന്തം സ്ഥാപനമല്ല. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, ബിസിനസ് വേണമെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പ്രൊഫഷൻ നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. എംപ്ലോയ്മെൻറ്റും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല, ഞാൻ തന്നെ ചെയ്യണം. ഡോക്ടറാണെങ്കിൽ ഡോക്ടറുടെ വർക്ക് ഡോക്ടർ തന്നെ ചെയ്യണം. കോഡ് ഓഫ് കണ്ടക്റ്റ്, ബിസിനസ് പ്രത്യേകിച്ച് അങ്ങനെ കോഡ് ഓഫ് കണ്ടക്റ്റ് ഒന്നുമില്ല. പ്രൊഫഷൻ എന്തുണ്ട്? അവരുടെ പ്രൊഫഷണൽ ബോഡി പറയുന്ന കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. എംപ്ലോയ്മെൻ്റ് ഉണ്ട്. നോംസ് ആൻഡ് ബിഹേവിയർ ലേ ഡൗൺ ബൈ ദി എംപ്ലോയർ. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കണം. ഒരു 5-6 ഡിഫറൻസ് എങ്കിലും പഠിക്കണം. ഇതുപോലെ ബോക്സ് വരച്ചിട്ട് എഴുതാം. ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫോർ മോർ അപ്ഡേറ്റ്സ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.